ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ വായിച്ചട്ടെ. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ ഭക്ഷിക്കാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം ഭക്ഷിക്കരുത്. ഭക്ഷിക്കുന്ന ദിവസം നിശ്ചയമായും നീ മരിക്കും. യഹോവയായ ദൈവം അവനോട്, നിനക്ക് തോട്ടത്തിലെ ഏത് വൃക്ഷത്തിൻ്റെയും ഫലം ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയമെന്ന് കൽപ്പിച്ചു. ഇത് ദൈവം ആദത്തോട് കൽപ്പിച്ചതാണ്. ദൈവം കള്ളം പറയില്ല, അത് സത്യമാണ്. ഇനി ഉൽപ്പത്തി 3-6 വായിച്ചേ. ആ വൃക്ഷഫലം ഭക്ഷിക്കുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കുവാൻ അഭികാമ്യവുമാണെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു ഭക്ഷിച്ചു. ഭർത്താവിന് കൊടുത്തു, അവനും ഭക്ഷിച്ചു. അപ്പോൾ സ്ത്രീ അത് പറിച്ചു തിന്നു, തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഭർത്താവിനും കൊടുത്തു, അയാളും തിന്നു. ഇനി ഒരു ചോദ്യം, അപ്പോൾ അവർ മരിച്ചോ എന്നുള്ളതാണ്. അവർ മരിച്ചില്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ ദൈവം പറഞ്ഞത് വേറെ ഏതാണ്ട കാര്യമാണ്. ഒറ്റയടിക്ക് വീണ് പെട്ടിക്കകത്താകുന്ന കാര്യമല്ല ദൈവം പറഞ്ഞത്. എന്നാൽ ദൈവം പറഞ്ഞത് എന്താണെന്ന് അവർക്ക് അല്പം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. നമുക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദൈവം പറഞ്ഞത് വേറെ ഏതോ ഒരു കാര്യമാണ്. ഫലം കഴിച്ചപ്പോൾ സത്യത്തിൽ ആ വൃക്ഷം ഈ കഴിച്ചവരുടെ ഉള്ളിലായി. ഫലം കഴിച്ചപ്പം സത്യത്തിൽ ആ വൃക്ഷം ഫലം കഴിച്ചവരുടെ ഉള്ളിലായി. ഇനി മനുഷ്യൻ എന്നതാണ്? മനുഷ്യൻ സത്യത്തിൽ പൊടിയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മണ്ണാണ്. അപ്പം മണ്ണിനകത്തൊരു വിത്ത് വന്നാൽ എന്താ സംഭവിക്കും? മണ്ണിനകത്തൊരു വിത്ത് വന്നാൽ, മനുഷ്യൻ മണ്ണാണ്, മനുഷ്യൻ പൊടിയാണ്, മനുഷ്യൻ മണ്ണാണ്. മണ്ണിനകത്തോട്ട് ഈ വിത്ത് വന്നപ്പോൾ, ഈ വൃക്ഷം വന്നപ്പോൾ ആ വൃക്ഷം അതിനകത്ത് മുളച്ച് വളർന്ന് അവനെ കൊല്ലുന്ന ഒരു മരമായിട്ട് വളർന്നു. മനുഷ്യനെ കൊല്ലുന്ന മരമായിട്ട് വളർന്നു. എന്ന് പറഞ്ഞാൽ ഫലം കഴിച്ചപ്പോൾ സത്യത്തിൽ അത് മരത്തിനെ കഴിച്ചു എന്നർത്ഥം. ഉദാഹരണം പറയാം. ഒരാടിനെ കൊന്ന് ഇറച്ചി കറി വെച്ച് കഴിച്ചപ്പോൾ അർത്ഥത്തിൽ ആടിനെ കഴിച്ചു, ആട് അവൻ്റെ ഉള്ളിലായി. എന്നാൽ ആട് ചത്തതായതുകൊണ്ട് ആട് ശരീരത്തിൽ വളരുന്നില്ല. എന്നാൽ നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം വളരുന്നതായതുകൊണ്ട്, ആ ഫലം മനുഷ്യൻ മണ്ണായതുകൊണ്ട് അവൻ്റെ അകത്ത് കയറിയപ്പോൾ അവൻ്റെ അകത്ത് ആ വൃക്ഷം വളരാൻ തുടങ്ങി. അപ്പോൾ ആ വൃക്ഷം വളരാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ പ്രവർത്തനത്തിലൂടെ ആ വൃക്ഷത്തിൻ്റെ ഫലം വെളി വരാൻ തുടങ്ങി. തിന്നുന്ന നാളിൽ മരിക്കും എന്നാണ് വചനം പറഞ്ഞത്. പക്ഷേ നടന്നത് മരണവൃക്ഷം അന്ന് മുതൽ അവൻ്റെ ഉള്ളിൽ വളർന്നു. ഇപ്പോൾ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ ഉള്ളിൽ മരണത്തിൻ്റെ വൃക്ഷമായി. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്, യഹോവ വിളിച്ചപ്പോഴും മനുഷ്യൻ പോയി ഒളിച്ചത് ഇതിനകത്തോട്ടാണ്. ഈ സാത്താൻ എന്ന വൃക്ഷത്തിനകത്തോട്ടാണ് പോയി ഒളിച്ചത്. കാരണം അവൻ അന്നേരം ആശ്രയം അവിടെയേ ഉള്ളൂ. അവൻ പറഞ്ഞിട്ടാണ്, ഈ സാത്താൻ പറഞ്ഞിട്ടാണ്, അവൻ്റെ പ്രേരണയാലാണ് ഇവൻ ഈ ഫലം ഭക്ഷിച്ചത്. ഇപ്പം നമ്മളൊന്ന് മനസ്സിലാക്കിക്കോ, ഏതൊരു മനുഷ്യനെയും ആരെങ്കിലും പ്രേരിപ്പിച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിടിക്കപ്പെടുമെന്നാകുമ്പോൾ ഈ പ്രേരിപ്പിക്കുന്നവൻ്റെ അടുത്തോട്ടേ ഓടിച്ചെല്ലുള്ളൂ, അല്ലാതെ മാറി നിൽക്കുമൊന്നുമില്ല. അവനൂടെ കൈവിട്ടാൽ മാത്രമേ പിന്നെ എന്തെങ്കിലും വഴി തരുള്ളൂ. ഇതിപ്പോൾ അവനിലോട്ട് പോയി തന്നെ ഒളിച്ചു. വളരെ ശ്രദ്ധിച്ചിരുന്നാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. യേശു മനുഷ്യനകത്ത് വളർന്നു നിന്ന് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് ജീവവൃക്ഷമാണ്. ഈ ജീവവൃക്ഷം അകത്ത് വന്നിട്ട് അതിൻ്റെ ഫലം അകത്ത് വന്നാൽ മാത്രമേ ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിനെ, ഈ മരണവൃക്ഷത്തിനെ താഴ്ത്തി കളയാൻ പറ്റുള്ളൂ. അകത്ത് താന്നു നിന്ന ജീവവൃക്ഷത്തിനെ യേശു ഉയർത്തി. മനുഷ്യൻ്റെ അകത്ത് അങ്ങനെ ഒരു അവസ്ഥയുണ്ടല്ലോ. ഇത് മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമാണ്.
നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം എന്നൊക്കെ പറഞ്ഞാലും സത്യത്തിൽ ഇത് മരണത്തിൻ്റെ വൃക്ഷമാണ്. ഈ മരണത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം മനുഷ്യൻ കഴിച്ചപ്പോൾ മനുഷ്യൻ മണ്ണായതുകൊണ്ട് ഇതിനകത്ത് ഈ വൃക്ഷം അങ്ങ് വളർന്ന് ഇതിൻ്റെ വേരുകൾ ആഴത്തിലേക്ക് പോയി മനുഷ്യൻ ഈ സാത്താന്യ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിനകത്ത് മനുഷ്യനകത്ത് നിൽക്കുക ഈ വൃക്ഷം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് തിന്നുന്ന നാളിൽ നീ മരിക്കും. കാരണം മരിക്കാനുള്ള വകുപ്പിനകത്ത് കിടക്കുക. ഈ മരണവൃക്ഷത്തിൻ്റെ വേര് മനുഷ്യൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഇതിനെക്കുറിച്ച് ആ വേരുകളെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ലേഖനങ്ങൾക്കകത്ത് പറയുന്നത് കയ്പിൻ്റെ വേര്, വെറുപ്പിൻ്റെ വേര്, വിദ്വേഷത്തിൻ്റെ വേരെന്നൊക്കെ പറയുന്ന ഈ വൃക്ഷത്തിൻ്റെ ഇത് ആദി മാതാപിതാക്കൾ ഈ ആത്മഫലം ഭക്ഷിച്ചത് കൊണ്ട് തലമുറകളിലേക്ക് തുടർന്ന് വന്നതാണ്. അപ്പോൾ ഏദൻ തോട്ടത്തിൽ നിന്ന മരണത്തിൻ്റെ വൃക്ഷം മനുഷ്യൻ്റെ തലമുറകളിൽ കയറിപ്പറ്റി. ഏദൻ തോട്ടത്തിൽ നിന്ന മരണത്തിൻ്റെ വൃക്ഷം, ഈ മരണത്തിൻ്റെ വൃക്ഷം കയറുന്നത് വരെ മനുഷ്യന് ബന്ധം ദൈവമായിട്ടായിരുന്നു. അന്ന് മനുഷ്യന് പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഈ ഏദന്യ യുഗത്തിൽ ഒരു മാങ്ങ ഇങ്ങനെ പഴുത്ത് കിടക്കുന്നത് കണ്ട മനുഷ്യൻ ഇങ്ങനെ കൈ നീട്ടിയാൽ നമ്മൾ വായിക്കുന്നത്, വചനത്തിന് പുറത്തുള്ള പുസ്തകങ്ങളിൽ വായിക്കുന്നത്, ഈ മാവ് ഇങ്ങോട്ട് താന്ന് വന്ന് മാങ്ങ കയ്യിലോട്ട് കൊടുക്കുമായിരുന്നതാണ്. ഇപ്പോൾ ഏതായാലും മാവ് താന്ന് വരുമോ? ഇല്ല, എറിഞ്ഞും ഒക്കെ വീഴിക്കണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം മലയാളിക്ക് മാങ്ങ ഇല്ലെന്ന് പോലുമായി. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന വിഷമടിച്ചതും കാർബൈഡ് വെച്ചതും ഒക്കെ വില കൊടുത്ത് മേടിച്ചാലേ ഉള്ളൂ. പക്ഷേ ഏതെങ്കിലും യുഗത്തിൽ അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം അഥവാ മരണത്തിൻ്റെ വൃക്ഷം മനുഷ്യൻ്റെ ഉള്ളിൽ കയറിയതുകൊണ്ടാണ്. ഏദൻ തോട്ടത്തിൽ നിന്ന് ഈ മരണത്തിൻ്റെ വൃക്ഷം മനുഷ്യൻ്റെ തലമുറകളിൽ കയറി. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം മനുഷ്യൻ്റെ ഉള്ളിൽ വളർന്നപ്പോൾ ദൈവം അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യനിൽ വളർന്നു വന്നു, മനുഷ്യൻ ചെയ്യാൻ തുടങ്ങി. അതായത് ഏദൻ തോട്ടത്തിൽ നിന്ന നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം അതിൻ്റെ ഫലം കഴിച്ചപ്പോൾ അത് ഫലം അകത്തോട്ട് ചെന്ന് മണ്ണായ മനുഷ്യനിൽ വളർന്ന് അവൻ്റെ ദേഹം ദേഹി ആത്മാവിലേക്ക് എല്ലാം വ്യാപരിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ അവൻ നിസ്സാരമായി ചെയ്യാൻ തുടങ്ങി. ദൈവം അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ ഉള്ളിൽ വളർന്നു വന്നു. ഇന്ന് വളരുന്നുണ്ടോ എന്ന് നോക്കിയാൽ, ശുശ്രൂഷകരുടെയും ജനത്തിൻ്റെ ഇടയിൽ വളരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം പറയാം. സിഗരറ്റ് പാക്കറ്റ് നോക്കിക്കേ, അതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. എന്നിട്ട് ക്യാൻസറിൻ്റെ ഒരു പടം വെച്ചിട്ടുണ്ട്. ഏത് പുകയില ഉൽപ്പന്നങ്ങൾ വെച്ചാലും അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഭീകരമായ ക്യാൻസറിൻ്റെ ഒരു പടം വെച്ചിട്ടുണ്ട്, മരണത്തിൻ്റെ പടം വെച്ചിട്ടുണ്ട്. ഇത് വന്നാൽ മരണം വരുമല്ലോ. ഇങ്ങനെ പൊങ്ങിപ്പഴുത്ത് നാശമായി കണ്ടാൽ അറപ്പ് തോന്നുന്ന വിധത്തിൽ ഉണ്ടെങ്കിലും മനുഷ്യൻ സിഗരറ്റ് വലിക്കുന്നതിൻ്റെ കാരണം, പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം, ഇതുപോലെ മദ്യമാണെങ്കിലും ഇതുപോലെ തന്നെയാണ്. മദ്യക്കുപ്പിയുടെ പുറത്ത് എഴുതിയിട്ടുണ്ട് അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അതുപോലെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മുന്നറിയിപ്പുള്ളത് പോലും മനുഷ്യൻ ചെയ്യും. മനുഷ്യൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവൻ്റെ അകത്ത് ഈ വൃക്ഷം വളർന്നു നിൽക്കുന്നതുകൊണ്ടാണ്. ഈ വൃക്ഷം തലമുറകളായിട്ട് അകത്ത് കയറിയതാണ്. ആദി മാതാപിതാക്കളിൽ നിന്ന് തന്നെ ഇത് എല്ലാവരിലേക്കും ഇത് വന്ന് കയറുക. നമ്മൾ നോക്കുമ്പോൾ ഈ അരുതാത്ത കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനവും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, നിയമങ്ങളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മദ്യവും മയക്കുമരുന്നും ഒക്കെ, മദ്യവും സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളും ഒക്കെ സർക്കാർ വിൽക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് ആരോഗ്യത്തിന് പ്രശ്നമുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. വാഹനങ്ങൾ ഓടിക്കുന്നതിന് നിയമം പറയുന്നത് 2 വീലറാണെങ്കിൽ ഹെൽമെറ്റ് വെക്കണം, മിനിമം സ്പീഡിൽ പോകണം, ഓവർലോഡ് കയറ്റരുത്, ഹെൽമെറ്റ് ഇല്ലാത്ത ആളിനെ കയറ്റരുത് എന്നെല്ലാം പറയുമ്പം ഇതിനെയെല്ലാം ധിക്കരിക്കുന്നത്, ഇതിനകത്തെല്ലാം നിയമത്തിന് വെളിയിൽ പോകുന്നത്, അരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യിക്കുന്നത്, അതിൻ്റെ പുറകിൽ ഈ വൃക്ഷം മരണത്തിൻ്റെ വൃക്ഷം ആദ്യ മാതാപിതാക്കൾ കഴിച്ചതുകൊണ്ട്
ആ തലമുറകളിലെല്ലാം ഈ മരണത്തിൻ്റെ വൃക്ഷം നിൽക്കുന്നത് കൊണ്ടാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, തിന്നുന്ന നാളിൽ നീ മരിക്കും, അന്നു മുതൽ ഇവ മരിക്കാനുള്ള പണികൾ ഇവൻ അറിഞ്ഞോ അറിയാതെയോ ആസ്വദിച്ചോ അടിമപ്പെട്ടോ ഇവൻ ചെയ്യും. ആ രീതിയിലേക്ക് മനുഷ്യൻ മാറി എന്നതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ലും ദൈവം മനുഷ്യന് നിയമം കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ അരുത് എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കാൻ നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. തന്നെയുമല്ല, ഈ അരുതെന്ന കാര്യങ്ങൾ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്ന ഈ വൃക്ഷഫലം ആ വൃക്ഷത്തെ അകത്ത് ചെറുതാക്കി നശിപ്പിച്ച് ജീവവൃക്ഷം ഉണർത്തി വലുതാക്കേണ്ടതായ, ഫലം പുറപ്പെടുവിക്കേണ്ടതായ ഒരാവശ്യകതയുണ്ട് എന്ന് മനസ്സിലാക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി വചനത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾവിക്കാരുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തെ ലഘുവാക്കി തന്നെ കൊടുത്ത് അവർക്കിത് ഗ്രഹിക്കുവാൻ ദൈവം സഹായിക്കണമേ. ഒന്ന് കേട്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ നിരവധി തവണകൾ കേട്ട് ഇതിൻ്റെ അർത്ഥവും ആഴവും ഗ്രഹിക്കുവാൻ പ്രിയപ്പെട്ടവരുടെ ആത്മാവിനെ ദൈവം തുറന്നു കൊടുക്കണമേ. അതിനുള്ള ഒരു അഭിഷേകവും ദൈവം നൽകി അനുഗ്രഹിക്കണമേ, കൃപ നൽകണമേ, അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.